ഹലോ, എല്ലാവർക്കും ബയോസ്റ്റിന്റെ HSST റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ബോട്ടണിക്കാർക്കും സുവോളജിക്കാർക്കും പഠിക്കാനുള്ള മൊഡ്യൂളായ ബയോ കെമിസ്ട്രിയിലെ പ്രോട്ടീനുകളെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം പ്രോട്ടീനുകളുടെ ഭാഗം തന്നെയായ അമിനോ ആസിഡിന്റെ മെറ്റാബോളിസവും രാമചന്ദ്രൻ പ്ലോട്ടും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻസ് സുവോളജി റിലേറ്റഡ് ആണ്, അത് ബോട്ടണിക്കാർ കാണുമ്പോൾ മനസ്സിലാവും. അതൊഴിച്ച് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും പൊതുവായിട്ട് പഠിക്കാനുള്ളതാണ്. ഇപ്പൊ ബോട്ടണി സുവോളജിയിലെ ആ ടീമുമായി ബന്ധപ്പെട്ട് ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്ലാന്റ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അത് ബോട്ടണിക്കാർ പഠിക്കുക, അനിമൽസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് സുവോളജിക്കാർ പഠിക്കുക. ബാക്കി എല്ലാ കോമൺ ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പൊതുവായിട്ട് പഠിക്കാവുന്നതാണ്. പോകാം ക്ലാസ്സിൽ. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോട്ടീനുകളുടെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി ആൻഡ് ക്വാട്ടർണറി സ്ട്രക്ചർ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം. The primary structure of a protein is held together by which type of interaction? ഒരു പ്രോട്ടീന്റെ പ്രൈമറി സ്ട്രക്ചർ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ കാരണമാവുന്ന ആ ഒരു ബോണ്ടിങ് ഏതാണ്? ഓപ്ഷൻ വായിച്ചു നോക്കുക. നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു പ്രൈമറി സ്ട്രക്ചറിനായിട്ട് അമിനോ ആസിഡുകൾ ചേർന്നൊരു ചെയിൻ പോലെ കാണപ്പെടുന്ന ആ ഒരു പ്രൈമറി സ്ട്രക്ചറിന്റെ കാരണം കോവാലന്റ് ബോണ്ടുകൾ അല്ലെങ്കിൽ പെപ്റ്റൈഡ് ബോണ്ട് തന്നെയാണ്. അതിൽ കോവാലന്റ് ബോണ്ടുകളാണ് സഹായിക്കുന്നത്. The primary structure of a protein represents ഒരു പ്രോട്ടീന്റെ പ്രൈമറി സ്ട്രക്ചർ റെപ്രസെന്റ് ചെയ്യുന്നത് ലീനിയർ സീക്വൻസ് ഓഫ് അമിനോ ആസിഡിനെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡിറ്റർമിനിങ് ദ 3-dimensional ഷേപ്പ് ഓഫ് പ്രോട്ടീൻ? ഒരു പ്രോട്ടീന്റെ 3-dimensional ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നത് ശരിക്കും അതിന്റെ എന്താണ്? അമിനോ ആസിഡ് സീക്വൻസുകളാണ്. അപ്പൊ ആൻസർ അമിനോ ആസിഡ് സീക്വൻസുകളാണ്. A polypeptide chain contain 2 terminal. വാട്ടർ ഒരു പോളിപെപ്റ്റൈഡ് ചെയിന് 2 ടെർമിനൽ ഉണ്ട്, N ടെർമിനലും അതുപോലെ C ടെർമിനലും. ഓർത്തിരിക്കുക, N ടെർമിനലിൽ അമിനോ ഗ്രൂപ്പ് വരുന്നതായിരിക്കും, C ടെർമിനലാണ് കാർബോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ഫസ്റ്റ് പ്രോട്ടീൻ ഹൂസ് പ്രൈമറി സ്ട്രക്ചർ വാസ് ഡിറ്റർമിൻഡ് ബൈ ഫെഡറിക് സാംഗർ? ഫെഡറിക് സാംഗർ ഡിറ്റർമിൻ ചെയ്ത ആദ്യത്തെ പ്രോട്ടീൻ സ്ട്രക്ചർ അത് ഏതിന്റെയാണ്? അത് ഇൻസുലിൻ ആണ്. ആൻസർ ഇൻസുലിൻ. അമിനോ ആസിഡ്സ് ആർ ലിങ്ക്ഡ് ടുഗദർ ബൈ പെപ്റ്റൈഡ് ബോണ്ട്സ് വിച്ച് ആർ ഫോംഡ് ഡ്യൂറിംഗ്. അമിനോ ആസിഡുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് പെപ്റ്റൈഡ് ബോണ്ടാണെന്ന് അറിയാം. അത് ഏതിന്റെ സമയത്താണ് ഫോം ചെയ്യുന്നത്? ട്രാൻസ്ലേഷൻ നടക്കുമ്പോഴാണ് ഫോം ചെയ്യുന്നത്. When a peptide bond is formed, what is lost? ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ എന്ത് നഷ്ടമാകുന്നു? വാട്ടർ മോളിക്യൂൾ. അത് ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ നടക്കുമ്പോഴാണ് വാട്ടർ മോളിക്യൂൾ റിലീസ് ആവുന്നത്. Which of the following is an example of disease caused by single substitution in the primary structure of protein? താഴ്ന്ന ഡിസീസിൽ ഏത് ഡിസീസ് ആണ് ഒരു പ്രോട്ടീന്റെ പ്രൈമറി സ്ട്രക്ചറിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ, ഒരു സിംഗിൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്നത്? നമ്മൾ +1 ടോപ്പിക് പഠിച്ചിട്ടുണ്ട്. ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വലൈൻ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോഴാണ് സിക്കിൾ സെൽ അനീമിയ ഫോം ചെയ്യുന്നത്. What is the approximate number of amino acid residues per turn in a right alpha-handed helix? അതിന്റെ ആൻസർ 3.6 ആണ്. Which type of secondary structure is commonly found in fibrous protein like silk fibroin? ഫൈബ്രസ് പ്രോട്ടീനിൽ കാണപ്പെടുന്ന സ്ട്രക്ചർ എന്നത് ബീറ്റ പ്ലീറ്റഡ് ഷീറ്റുകളാണ്. Which of the following bonds stabilizes the secondary structure of protein? സെക്കൻഡറി സ്ട്രക്ചറിന്റെ കാരണമാകുന്ന ബോണ്ട് ഹൈഡ്രജൻ ബോണ്ടുകളായി. അതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ടുകളായി. Which amino acid is known as helix breaker? അത് പ്രോലൈൻ ആണ് ഹെലിക്സ് ബ്രേക്കർ എന്നറിയപ്പെടുന്നത്. What is the first amino acid in the protein chain called? പ്രോട്ടീൻ ചെയിനിലെ ആദ്യത്തെ അമിനോ ആസിഡിനെ N ടെർമിനൽ എന്നാണ് അറിയപ്പെടുന്നത്. Identify the incorrect statement regarding the secondary structure of proteins. They are local folding pattern. Then they are stabilized by interaction between R groups. Alpha helix is a common type. Peptide backbone is involved in a hydrogen bond. സോ അപ്പൊ ഇവിടുത്തെ ആൻസർ എന്നാണ് ഇൻകറക്റ്റ് ആയിട്ട് പറയുന്നത് ദേ ആർ സ്റ്റെബിലൈസ്ഡ് ബൈ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ആർ ഗ്രൂപ്പ്. ആർ ഗ്രൂപ്പുകളുടെ ഇന്ററാക്ഷൻ വഴിയാണ് ആ ഒരു സ്ട്രക്ചർ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം സെക്കൻഡറി സ്ട്രക്ചർ എപ്പോഴും ഹൈഡ്രജൻ ബോണ്ടിങ്ങിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആർ ഗ്രൂപ്പിന്റെ ഇന്ററാക്ഷൻ അത് ടേർഷ്യറി സ്ട്രക്ചറിനാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. The tertiary structure of a protein is maintained by all of the following except. താഴെ തന്നിരിക്കുന്നതിൽ ടേർഷ്യറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീനുമായി ബന്ധപ്പെട്ട് നോക്കാം. ഡൈസൾഫൈഡ് ബ്രിഡ്ജ് ആണോ, പെപ്റ്റൈഡ് ബോണ്ടുകളാണോ, ഹൈഡ്രജൻ ബോണ്ടുകളാണോ, വാൻഡർ വാൾ ഇന്ററാക്ഷൻസ് ആണ്? ഒരു പ്രോട്ടീന്റെ ടേർഷ്യറി സ്ട്രക്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാത്തത് പെപ്റ്റൈഡ് ബോണ്ടുകളായിരിക്കും. Which amino acid is most likely to be involved in forming a disulfide bond?
എപ്പോഴും ഡൈസൾഫൈഡ് ബോണ്ടിങ്ങിൽ കാണപ്പെടുന്ന ഒരു അമിനോ ആസിഡാണ് സിസ്റ്റീൻ. The tertiary structure of protein refers to the linear sequence of amino acid, the coiling of polypeptide chain into an alpha helix, the overall three-dimensional folding of single polypeptide chain. ഒരു സിംഗിൾ പോളിപെപ്റ്റിന്റെ 3-dimensional എഫക്റ്റിലാണ് tertiary structure കാണപ്പെടുന്നത്. അപ്പൊ അതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ്. The specific covalent bond that plays a crucial role in stabilize the tertiary structure of many extracellular proteins. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു tertiary structureൽ കാണപ്പെടുന്നതിന് കാരണമായ ഒരു പ്രധാന ബോണ്ടാണ് ഡൈസൾഫൈഡ് ബോണ്ട്. Which of the following is a classic example of protein with a well-defined tertiary structure? Tertiary structureൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ക്ലാസിക്കൽ എക്സാമ്പിൾ ഒരു പ്രോട്ടീൻ ആണ് മയോഗ്ലോബിൻ. Chaperone proteins are involved in assisting the correct folding of other proteins. What type of protein is hemoglobin? Hemoglobin ഏത് സ്ട്രക്ചറിലാണ് കാണപ്പെടുന്നത്? quaternary structure. Which of the following is not an example of protein with a quaternary structure? അപ്പോൾ quaternary structure അല്ലാത്ത ഒരു പ്രോട്ടീൻ ഏത്? അപ്പം ബാക്കിയുള്ളതെല്ലാം quaternary structure ആയിരിക്കും. അതും കൂടെ പഠിക്കുക. ഇപ്പൊ മയോഗ്ലോബിൻ tertiary structure ആണെങ്കിൽ ബാക്കി എല്ലാം തന്നെ quaternary structure ആണ് കാണപ്പെടുന്നത്. അതായത് ഹീമോഗ്ലോബിനും കൊളാജനും DNA പോളിമറേസ് എല്ലാം quaternary structureലാണ് കാണപ്പെടുന്നത്. When a protein is composed of 2 or more identical subunits, it is called ഒരു പ്രോട്ടീനുകളിൽ ഒന്നോ അതിൽ കൂടുതൽ ഐഡന്റിക്കൽ സബ് യൂണിറ്റ് ഉണ്ടെങ്കിൽ അതിനെ ഒളിഗോമർ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഹോമോ ഒളിഗോമർ എന്ന് അറിയപ്പെടുന്നത്. ആന്റിബോഡീസ് ഓർ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് possess a quaternary structure composed of, നമ്മൾ പ്ലസ് 1 ടോപ്പിൽ പഠിച്ചിട്ടുണ്ട്, പ്ലസ് 2 പഠിച്ചതാണ്, 2 heavy chains, 2 light chains. അമിനോ ആസിഡ് വിത്തൗട്ട് കൈറൽ കാർബൺ ഗ്ലൈസീൻ ആണ് ആൻസർ, ഗ്ലൈസീൻ. സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് രണ്ടെണ്ണം ഉണ്ട്, സിസ്റ്റീനും മെത്യോണിനും. Which of the following is not a aromatic amino acid? തന്നിരിക്കുന്നതിൽ അരോമാറ്റിക് അമിനോ ആസിഡ് അല്ലാത്തത്. അപ്പൊ അല്ലാത്തത് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അരോമാറ്റിക് ആണെന്ന് പഠിക്കുക. അലാനിൻ ആണോ, ഫിനൈൽ അലാനിൻ ആണോ, തൈറോസിൻ ആണോ, ട്രിപ്റ്റോഫാൻ ആണോ? അലാനിൻ അരോമാറ്റിക് അമിനോ ആസിഡ് അല്ല, ബാക്കി മൂന്നെണ്ണം അരോമാറ്റിക് ആണെന്ന് ഓർക്കുക. Which of the following is not a function of transport protein? ട്രാൻസ്പോർട്ട് പ്രോട്ടീന്റെ ഫംഗ്ഷൻ അല്ലാത്തെന്ന് പറഞ്ഞത്, ട്രാൻസ്പോർട്ട് പ്രോട്ടീന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫെസിലിറ്റി ഡിഫ്യൂഷൻ ആണ് നമുക്കറിയാം, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നമുക്കറിയാം, മെയിൻ്റെനിങ് അയൺ ഗ്രേഡിയന്റ് നമുക്കറിയാം. അപ്പൊ അതിനകത്ത് വരാത്തത് എൻകോഡിങ് ജനറ്റിക് ഇൻഫർമേഷൻ ആണ് അതിനകത്ത് വരാത്തത്. Carrier proteins that transport two different molecules in the same direction across a membrane are called as, അതായത് ഒരു മെംബ്രെയിനിലെ പ്രോട്ടീനിലൂടെ ഒരേ ഡയറക്ഷനിൽ ഒന്നിലധികം വസ്തുക്കളുടെ മൂവ്മെന്റ് നമ്മൾ സിംപോർട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ സിംപോർട്ടേഴ്സ് ആണ് ആൻസർ. Which transport protein is responsible for maintaining the high concentration of potassium ion inside an animal cell? അത് സോഡിയം പൊട്ടാസ്യം പമ്പ. Which of the following proteins act as a channel specifically for water movement? അത് നമുക്കറിയാം, aquaporin. Which of the following transport protein mediates facility diffusion of glucose across the cell membrane? ഓർത്തിരിക്കുക, ഗ്ലഡ് പ്രോട്ടീനുകളാണ്. Which blood transporter is primarily insulin dependent and found in adipose tissue and skeletal muscle? അത് GLUT4 ആണ്. The glucose transporter found in neuron cells with high affinity is GLUT3. Which of the following blood transporters is primarily responsible for transporting fructose in the small intestine and testis? GLUT5 ആണ്. GLUT1 deficiency syndrome is associated with the defect of transporter responsible for providing basal glucose to which of the following? Brain and erythrocytes ആണ് ആൻസർ. ഇവിടെ ഓപ്ഷനിൽ ബ്രെയിൻ ഉള്ളതുകൊണ്ട് അത് എഴുതുക. അത് പ്രത്യേകം അവർക്ക് ബേസൽ ഗ്ലൂക്കോസ് അക്യുവേറ്റ് ആണ് അതിന്റെ മെയിൻ ഫംഗ്ഷൻ. RBCയിൽ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഈ GLUT1 ആണെന്ന് ഓർമ്മിപ്പിച്ചു. Which of the following is a conjugated protein? തന്നിരിക്കുന്നതിൽ കോൺജുഗേറ്റഡ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ന്യൂക്ലിയോ പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ് ഉള്ളതുകൊണ്ട്. Which of the following is a fibrous protein? തന്നിരിക്കുന്നതിൽ കൊളാജൻ ഒരു സ്ട്രക്ചറൽ പ്രോട്ടീനുമാണ്, ഫൈബ്രസ് പ്രോട്ടീൻ. Globular proteins are generally soluble in water. The most abundant protein in the plant world നമുക്കറിയാം റിബിസ്കോ. അത് യൂണിവേഴ്സിലെ മൊത്തത്തിൽ പറഞ്ഞാൽ റിബിസ്കോ തന്നെയാണ്, പ്ലാന്റിന് എടുത്ത് പറഞ്ഞാൽ റിബിസ്കോ. അങ്ങനെയാണെങ്കിൽ അനിമൽ പ്രോട്ടീൻ നമുക്കറിയാം കൊളാജനാണ്. Which of the following is aliphatic amino acid? തന്നിരിക്കുന്നതിൽ ആലിഫാറ്റിക് ആയിട്ടുള്ള അമിനോ ആസിഡ് എന്ന് പറയുന്നത്
തന്നിരിക്കുന്ന ഓപ്ഷനിൽ അലാനിനാണ്. അപ്പൊ അലാനിന്റെ കൂടെ നമുക്ക് ഗ്ലൈസീനും വലൈനും ലൂസീനും ഐസോലൂസിനും കൂടെ ഓർത്തിരിക്കുക. അതെല്ലാം ആലിഫാറ്റിക് അമിനോ ആസിഡ്സ് ആണ്. അപ്പൊ ഓപ്ഷനിലുള്ളതിൽ അലാനിനാണ്. അതോടൊപ്പം മറ്റ് അമിനോസിന്റെ പേരും കൂടെ നൽകിയിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചു. Which of the following is acidic amino acid? തന്നിരിക്കുന്നതിൽ അസിഡിക് അമിനോ ആസിഡ് 2 എണ്ണം ഉണ്ട്. അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ്. അപ്പൊ ഓപ്ഷൻ ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ. Which of the following is not a basic amino acid? ബേസിക് അമിനോ ആസിഡ് അല്ലാത്തത്. അപ്പൊ ഇതിനകത്തൊരു അസിഡിക് ഉണ്ട്. അത് നോക്കുക. അസ്പാർട്ടിക് ആസിഡ് അസിഡിക് ആണ് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ബാക്കി 3 എണ്ണം ലൈസിനും ആർജിനിനും ഹിസ്റ്റഡിനും ബേസിക് അമിനോ ആസിഡ് എന്ന് ഓർത്തിരിക്കുക. Which of the following is ഇമ്യൂനോ ആസിഡ്? അതായത് സെക്കൻഡറി അമിനോ ഗ്രൂപ്പ് കാണപ്പെടുന്ന ഇമ്യൂനോ ആസിഡ് എന്നറിയപ്പെടുന്നതാണ് പ്രോലൈൻ. Which of the following is not a polar amino acid? പോളാർ അമിനോ ആസിഡ് അല്ലാത്തത്, അതായത് അൺചാർജ്ഡ് ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള പോളാർ അല്ലാത്ത അമിനോ ആസിഡ് എന്ന് പറയുന്നത് സെറീനും ത്രയോണിനും ഉണ്ട്, സിസ്റ്റീനും ഗ്ലൂട്ടാമിനും ഉണ്ട്. അപ്പൊ ആൻസർ ബോത്ത് എ ആൻഡ് ബി 4 എണ്ണം ഉണ്ട്. ഓർത്തിരിക്കുക. സെറീൻ ആൻഡ് ത്രയോണിനും സിസ്റ്റീനും ഗ്ലൂട്ടാമിനും ഒക്കെ ഏതാണ്? പോളാർ അല്ലാത്തതാണ്, അൺചാർജ്ഡ് ആണ്, ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള അമിനോ ആസിഡുകളാണ്. Which of the following is non-polar amino acid? Non-polar amino acid വലൈൻ ആണ്. നേരത്തെ പറഞ്ഞ സെറീനും അതുപോലെ ലൈസീനും അസ്പാർട്ടിക് ആസിഡ് ഒക്കെ പോളാർ അമിനോ ആസിഡ് ആണെങ്കിൽ വലൈൻ എന്ന് പറയുന്നത് നോൺ പോളാർ അമിനോ ആസിഡ് ആണ്. Which of the following is an essential amino acid? തന്നിരിക്കുന്നതിൽ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത് ലൂസിൻ. Which of amino acid is neutral and polar? അതിന്റെ ആൻസർ അസ്പാർജിൻ ആണ്. Which amino acid is smallest in size? അത് ഗ്ലൈസിൻ തന്നെയാണ്. Which amino acid has branched chain structure? തന്നിരിക്കുന്നതിൽ ബ്രാഞ്ച്ഡ് സ്ട്രക്ചർ ഉള്ളത് ലൂസിൻ ആണ്. Which of the following is non-essential amino acid? നോൺ എസെൻഷ്യൽ തന്നിരിക്കുന്നതിൽ നോൺ എസെൻഷ്യൽ എന്ന് പറയുന്നത് അലാനിനാണ്. ബാക്കിയെല്ലാം എസെൻഷ്യൽ ആണ്. Which amino acid has an amide group in its side chain? അമൈഡ് ഗ്രൂപ്പ് സൈഡ് ചെയിനിൽ കാണപ്പെടുന്ന അമിനോ ആസിഡ് ഗ്ലൂട്ടാമിൻ ആണ്. ഗ്ലൂട്ടാമിൻ. Which classification is based on R group property? R group propertiesന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതാണ്? എസെൻഷ്യൽ വേഴ്സസ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ആണോ? പോളാർ വേഴ്സസ് നോൺ പോളാർ അമിനോ ആസിഡുകളാണോ? കീറ്റോജനിക് വേഴ്സസ് ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ്സ് ആണ്. ഇത് എല്ലാത്തിന്റെ ബേസ് എന്ന് പറയുന്നത് ആർ ഗ്രൂപ്പ് പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ്. അപ്പൊ ആർ ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടീസിലാണ് എല്ലാ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ. ആൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ. Which amino acid is both glucogenic and ketogenic? തന്നിരിക്കുന്നതിൽ 2 സ്വഭാവം എന്താണ്? കീറ്റോജനിക് ആയിട്ടുള്ള അതുപോലെ ഗ്ലൂക്കോജനിക് ആയിട്ടുള്ള അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഐസോലൂസിൻ ആണ്. Transamination reaction is catalyzed by transaminase. The coenzyme required for transamination is derived from vitamin B6. അതായത് പെരിഡോക്സൽ ഫോസ്ഫേറ്റ് എന്ന കോഎൻസൈം ഉണ്ടാകണമെങ്കിൽ വിറ്റാമിൻ B6. Oxidative deamination mainly occurs in liver. The enzyme involved in oxidative deamination of glutamate is glutamate dehydrogenase. Ammonia produced in amino acid metabolism is converted to urea. Which amino acid is glucogenic? തന്നിരിക്കുന്നതിൽ അലാനിനാണ് ഗ്ലൂക്കോജൻ. Decarboxylation of amino acid result in the formation of amines. Removal of amino group without transfer is called deamination. Which compound act as ammonia carrier in blood? അതായത് അലാനിനും ഗ്ലൂട്ടാമിനും സഹായിക്കുന്നത് ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ. The glucose alanine cycle occurs between muscle and liver. Which amino acid directly enters urea cycle? Arginine. The urea cycle occurs mainly in the both mitochondria and cytoplasm. Which of the following is not glucogenic? Lysine. ബാക്കി എല്ലാപ്പോൾ ഗ്ലൂക്കോജനിക് ആണെന്ന് ഓർത്തിരിക്കുക. അലാനിനും അതുപോലെ അസ്പാർട്ടേറ്റും ഗ്ലൂട്ടാമേറ്റും ഗ്ലൂക്കോജനിക് ആണെന്ന് ഓർത്തിരിക്കുക. ലൈസിൻ അല്ലെന്ന് ഓർത്തിരിക്കുക. പ്യുവർലി കീറ്റോജനിക് അമിനോ ആസിഡ്സ് ഇൻക്ലൂഡ് സാധാരണഗതിയിൽ കീറ്റോജനിക് ആയിട്ട് അമിനോ ആസിഡ് എന്ന് പറയുന്നത് ലൈസീനും ലൂസിനുമാണ്. Glucogenic amino acids are those that form glucose via gluconeogenesis. സാധാരണ ഈ ഗ്ലൂക്കോജനിക് അമിനോ ആസിഡുകൾ ഗ്ലൂക്കോനിയോജനിസ് വഴിയാണ് ഉണ്ടാകുന്നത്.
Ketogenic amino acids are converted into acetyl-CoA or acetoacetate. Which of the following amino acids is both glucogenic and ketogenic? നേരത്തെ പറഞ്ഞതില് ഓർമ്മയുണ്ട്, ഐസോലൂസിൻ പറഞ്ഞ ഓർമ്മയുണ്ട്. അതേപോലെ ഗ്ലൂക്കോജനിക് ആയിട്ടും കീറ്റോജനിക് ആയിട്ടും ആക്ട് ചെയ്യാൻ കഴിയുന്നത് ഫിനൈൽ അലൈൻ ആണോ, ടൈറോസിൻ ആണോ, ട്രിപ്റ്റോഫാൻ ആണോ? ഇതെല്ലാം ആണ്. അപ്പൊ ആൻസർ all of the above. Which statement is correct? All amino acids are glucogenic. അല്ല. All amino acids are ketogenic. അല്ല. Some amino acids are both glucogenic and ketogenic. രണ്ട് എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഐസോലൂസിനും ട്രിപ്റ്റോഫാന്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, അതെല്ലാം അതാണ് ഓപ്ഷൻ. ആൻസർ കറക്റ്റ് സി ആണ്. Which of the following pairs is incorrectly matched? Incorrect, തെറ്റായിട്ടുള്ളത് നോക്കാം. ലൂസിൻ ketogenic, ലൈസിൻ ketogenic ആണ്, നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ. അലാനിൻ ഗ്ലൂക്കോജനിക്, വലൈൻ ketogenic. അപ്പൊ ഇവിടെ വലൈൻ ketogenic അല്ല, അപ്പൊ അത് ഓർത്തിരിക്കുക, ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. Which amino acid entails metabolism as pyruvate? Alanine ആണ് ആൻസർ. Which intermediate is not found from ketogenic amino acid? And answer pyruvate ആണ്. Which codon codes for methionine and act as start codon? നമുക്ക് എല്ലാവർക്കും അറിയാം AUG. അത് ഏതിന്റെ കോഡോൺ ചെയ്യുന്ന? മെത്തിയോണിൻ എന്ന അമിനോ ആസിഡ്. Which of the following is a stop codon? നമുക്ക് 3 എണ്ണം ഉണ്ടെന്ന് അറിയാം. അത് ഇതിൽ തന്നിരിക്കുന്നതിൽ UAA, മറ്റേ 2 എണ്ണം എന്ന് പറയുന്നത് UAG, UGA. Which amino acid is coded by only one codon? ഒറ്റ കോഡൺ കൊണ്ട് ഒരേ ഒരു കോഡൺ മാത്രം കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ് ഏതാണെന്ന് വെച്ചാൽ ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൽ മെത്തിയോണിനാണ്. അതുപോലെ ഒരെണ്ണം കൂടെ ഉണ്ട്, ട്രിപ്റ്റോഫാൻ, UGG. അത് ട്രിപ്റ്റോഫാനെ മാത്രമേ കോഡ് ചെയ്യുന്നുള്ളൂ. അതുപോലെ AUG മെത്തിയോണിനെ മാത്രമേ കോഡ് ചെയ്യുന്നുള്ളൂ. ഇവിടെ ചോദിച്ചെങ്കിൽ ആൻസർ മെത്തിയോണിനാണെങ്കിലും ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് ഓർത്തിരിക്കുക, ട്രിപ്റ്റോഫാൻ. Which amino acid is coded by only one codon? നേരത്തെ പറഞ്ഞു. അപ്പൊ അടുത്ത ഓപ്ഷൻ നോക്കുമ്പോൾ ഏതാണുള്ളത്? ട്രിപ്റ്റോഫാനും മെത്തിയോണിനും ഉണ്ട്. ഓർക്കുക, ട്രിപ്റ്റോഫാനും മെത്തിയോൺ ഉണ്ടെങ്കിൽ ആൻസർ ബോത്ത് A and C ആണ്. Which amino acid is coded by the codon UUU? UUU വരുന്നത് ഫിനൈൽ അലാനിൻ. Which codon codes for tryptophan? നേരത്തെ പറഞ്ഞു UGG ആണ്. Degeneracy of genetic code means, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? Degeneracy, multiple codons code for same amino acid. Which of the following amino acid has 6 codon? തന്നിരിക്കുന്നതിൽ 6 കോഡോണുകളും ഒരേ അമിനോ ആസിഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഏത് അമിനോ ആസിഡിനെയാണ്? അത് ഓർത്തിരിക്കുക. 6 എന്നുള്ളത് വേറെയുമുണ്ട്. ഇപ്പൊ തന്നിരിക്കുന്നതിലുള്ളത് ലൂസിൻ ആണ്. ലൂസിന്റെ കോഡോൺ ചെയ്യുന്നത് UUA, UUG, CUU, CUC, CUA, CUG. ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. Which codon does not code for any aminos? അമിനോസിലെ കോഡോൺ ചെയ്യാത്ത നമുക്കറിയാം നോൺസെൻസ് കോഡൺ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് കോഡൺ എന്ന് പറയാം. അതിലുള്ളത് ഇപ്പം ഓപ്ഷനുള്ള 3 എണ്ണത്തിലുള്ളത് UAG ആണ്. Which amino acid is coded by GGU, GGC, GGA, GGG? ഡബിൾ ജിയിൽ തുടങ്ങുന്ന 4 എണ്ണം ഉണ്ടെങ്കിൽ ഓർത്തിരിക്കുക, അത് ഗ്ലൈസിൻ ആണ്. ഡബിൾ ജിയിൽ തുടങ്ങുന്ന 4, പിന്നുള്ളത് യുയും സിയും എയും ജി ആണ്. അപ്പൊ ഡബിൾ ജി UCAG വരുന്ന കോമ്പിനേഷൻ എപ്പോഴും ഗ്ലൈസിൻ ആണെന്ന് ഓർത്തിരിക്കുക. Which amino acid is coded by UCU, UCC, UCA, UCG, AGU, AGC? നേരത്തെ 6 കോഡോൺ ഉള്ളതിന് ലൂസിൻ ആയിരുന്നു ആൻസർ എങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന കോഡോൺ 6 എണ്ണത്തിന് കാരണം സെറീൻ ആണ്. Which statement is correct about start codon? സ്റ്റാർട്ട് കോഡോണിന് കറക്റ്റ് ആയിട്ടുള്ളത് കോഡ് ഫോർ മെത്തിയോണിൻ ആണ്. Which amino acid is specifically by UAU, UAC? ഈ 2 കോഡോൺ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് തൈറോസിൻ ആണെന്ന് ഓർത്തിരിക്കുക. The number of stop codon നമുക്കറിയാം 3. Which codon is incorrectly matched? Incorrectly matched എന്ന് പറയുമ്പോൾ നമുക്ക് AUG മെത്തിയോൺ അറിയാം, UGG ട്രിപ്റ്റോഫാൻ എന്നറിയാം, UAA സ്റ്റോപ്പ് കോഡൺ എന്നറിയാം, UUU ഫിനൈൽ അലാനിൻ ആണ്, ലൂസിൻ അല്ല. അപ്പൊ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. The Ramachandran plot is used to analyze which of the following? സാധാരണ രാമചന്ദ്രൻ പ്ലോട്ട് എന്ത് ഡിറ്റർമിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്? സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ഡിറ്റർമിൻ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. The Ramachandran plot shows the relationship between, അത് എപ്പോഴും ഏതിന്റെ റിലേഷൻഷിപ്പിലായിരിക്കും? ഓർത്തിരിക്കുക, ഫൈയുടെയും സൈയുടെയും ആംഗിളിന്റെ ബന്ധം വെച്ചിട്ടാണ് കണക്കാക്കുന്നത്. The phi angle in a peptide bond refers to the rotation around NC alpha bond ആണെന്ന് ഓർത്തിരിക്കുക. The psi angle represents the rotation around, അത് C alpha C bond ആണെന്ന് ഓർത്തിരിക്കുക. Which amino acid shows the least steric
ഹിൻഡ്രൻസ് ഇൻ ദ രാമചന്ദ്രൻ പ്ലോട്ട് അതെപ്പോഴും ലീസ്റ്റ് ആയിട്ട് കാണപ്പെടുന്നത് ഗ്ലൈസിൻ ആണ് നോക്കി. Which amino has highly restricted conformation due to its cyclic structure? Highly restricted ആയിട്ട് കാണപ്പെടുന്നത് proline. Alpha helix region of രാമചന്ദ്ര പ്ലോട്ട് lies approximately in എപ്പോഴും ആൽഫ ഹെലിക്സ് റീജിയൻ കാണപ്പെടുന്നത് ബോട്ടം ലെഫ്റ്റ് ക്വാഡ്രന്റിലാണ്. ബീറ്റ ഷീറ്റ് റീജിയൻ ഇൻ രാമചന്ദ്രൻ പ്ലോട്ട് ലൈസ് അപ്രോക്സിമറ്റ്ലി ഇൻ ടോപ്പ് ലെഫ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും. അത് പൊസിഷൻ ഓർത്തിരിക്കുക. ആൽഫ എപ്പോഴും ബോട്ടം ലെഫ്റ്റ് ക്വാഡ്രന്റിലും ബീറ്റ ഷീറ്റ് എപ്പോഴും ടോപ്പ് ലെഫ്റ്റ് ക്വാഡ്രന്റിലും കാണും. The peptide bond is planar because of partial double bond character. For computation of points in Ramachandran plot, atoms are considered as hard spheres. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ബയോകെമിസ്ട്രിയിലെ പ്രോട്ടീനുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന കണ്ടന്റിനുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് ഉൾപ്പെടുത്തുക. 100 ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അതിൽ ഒതുക്കുകയാണ്. ശരിക്കും 100 ക്വസ്റ്റ്യൻ അല്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും കോഡൺ വെച്ചിട്ടും രാമചന്ദ്രൻ പ്ലോട്ടിലും അതുപോലെ ഡി അമിനേഷൻ, ട്രാൻസ് അമിനേഷൻ, അതുപോലെ ബേസിക് അമിനോ സ്ട്രക്ചറും പ്രോട്ടീന്റെ ക്ലാസിഫിക്കേഷനിലും അതിന്റെ സ്ട്രക്ചറിലൊക്കെ ഉണ്ട്. അപ്പം പ്രധാനപ്പെട്ട തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചിലതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാവുന്നതുകൊണ്ട് അത് പലതും ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്ത് തന്നെ പഠിക്കുക. നിങ്ങൾ ടോപ്പിക് എടുക്കുക, അതോടൊപ്പം തന്നെ ഈ ക്വസ്റ്റ്യൻസ് വെച്ച് മാക്സിമം വർക്ക് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക് ഇന്റർവ്യൂഷനോട് കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.